PV അൻവറിന്റെ വിശദീകരണ യോഗം അല്പസമയത്തിനകം കോഴിക്കോട് നടക്കും. കാണാതായ മാമിയുടെ ബന്ധുക്കൾ വേദിക്കരികെയുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നിലമ്പൂരിൽ ചന്തക്കുന്നിൽ ആവർത്തിച്ചതുപോലെയുള്ള വലിയ ജനാവലി കോഴിക്കോടുള്ള വിശദീകരണ യോഗത്തിലും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടോ? ഏത് തരത്തിലായിരിക്കും ഇന്ന്, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണല്ലോ വിശദീകരണ യോഗം. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുക എന്നുള്ള ഏകദേശ ധാരണയുണ്ടോ? അപർണ, ഇന്നലെ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം എന്ന രീതിയിലാണ് വിളിച്ചു ചേർത്തതെങ്കിൽ നമുക്ക് കാണാം, വേദിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ, മാമി കേസ് ആശങ്കയേറുന്നു എന്ന പേരിലുള്ള ഒരു വിശദീകരണ പൊതുയോഗമായാണ് ഇത് ഏർപ്പാടാക്കിയിരിക്കുന്നത്. മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ഊർജിതമാക്കുന്നതിനായി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി അൻവർ ബന്ധപ്പെടുന്നത് നേരത്തെ ADGP MR അജിത് കുമാറിനെതിരായി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ ആ സമയത്താണ്. അത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനായി ADGP എന്ന ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും നമുക്കൊപ്പം മാമിയുടെ സഹോദരിയുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. PV അൻവർ MLA ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് നിലമ്പൂരിൽ നടത്തിയത്, പക്ഷേ ഇന്ന് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഈ കമ്മിറ്റിയും അൻവറുമായിട്ടുള്ള ഒരു ബന്ധം? എങ്ങനെയാണ് അൻവർ പങ്കെടുത്ത ഒരു യോഗത്തിലുള്ള ഈ സാധ്യത ഉള്ളത്? ഞങ്ങൾ അൻവർ സാറിന്റെ യോഗമെന്ന് കാണുന്നത് മാമി കേസിൽ എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ വേണ്ടി കൊണ്ടത് എന്തെങ്കിലും ഒരു സൂചന സാറിന്റെ അടുത്തുനിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള രാഷ്ട്രീയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ വിഷയമാക്കുന്നില്ല. ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മാമി കേസിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേസിനെ പറ്റിയിട്ട് കേസിന്റെ പുരോഗതിക്ക് സഹായകമാകുന്ന എന്തെങ്കിലും പോയിന്റുകൾ അയാളുണ്ടെങ്കിൽ നമ്മുടെ മാമിക്ക് നീതി കിട്ടാൻ വേണ്ടി കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ നീതി കിട്ടാൻ വേണ്ടി കൊണ്ട് അത് തീർച്ചയായിട്ടും ഉപകരിക്കും തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അദ്ദേഹം നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ, ADGPയുമായി ബന്ധപ്പെട്ടൊക്കെ. അത് ഈ കുറച്ചു നാളായി ഒരു വിസ്മൃതിയിലായിരുന്നു കേസ്. നിങ്ങൾ പലതരത്തിൽ മുറവിളി കൂട്ടി സമരം നടത്തി, പ്രക്ഷോഭം നടത്തി ഒക്കെ, എന്നിട്ട് മുന്നോട്ട് വന്നില്ല. അൻവറിന്റെ ഒരു വെളിപ്പെടുത്തലോട് കൂടിയാണോ പുതിയൊരു മാനം? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഒരു വർഷവും 40 ദിവസം കഴിഞ്ഞു മാമി മിസ്സായിട്ട്. ഇതുവരെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 1 വീക്കിലുണ്ടായിരുന്ന ഒരു പ്രോഗ്രസ് അല്ലാതെ കേസിന്റെ പുരോഗതിയിൽ ഒരു പുരോഗതിയും ഈ ഒരു വർഷവും 40 ദിവസവും കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. അപ്പം ADGP MLA സാറിന്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഇത് ലോക ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ കേസ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് MLA സാറിന്റെ വെളിപ്പെടുത്തലുകൾ സഹായപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പെട്ടെന്ന് എന്തിനോ ഡിപ്പാർട്ട്മെന്റിന് ഒരു ക്രൈംബ്രാഞ്ചിന്റെ ഒരു സ്പെഷ്യൽ അന്വേഷണ ടീം ഇത് അന്വേഷിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ അജിത് കുമാറിന്റെ ADGPയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നേരത്തെ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ SIT രൂപീകരിച്ചത്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന SIT രൂപീകരിച്ചത് അതിൽ പഴയ അംഗങ്ങൾ തന്നെ വെച്ച് രൂപീകരിക്കുന്ന സമയത്ത് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ADGPന്റെ ഡയറക്റ്റ് ഇടപെടൽ നമുക്കറിയില്ലേ എന്താണെന്നുള്ളത്. പക്ഷേ പോലീസിന് ഏതോ ഒരു ശക്തി പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. അത് ആരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല തന്നെയാണ്. ആരാണെന്നുള്ള നമുക്ക് വ്യക്തമായിട്ടൊരു തെളിവും ഇല്ലല്ലോ.